എന്താണോ എന്തോ എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങളിൽ പലരും? നിങ്ങളൊട്ടും പേടിക്കേണ്ട, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഐറിഷ് ഫ്രേസസ് ആൻഡ് സ്ലാങ്സ്, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റപ്പിലും വർക്ക് പ്ലേസിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറിഷ് ഫ്രേസസ് ആൻഡ് സ്ലാങ്സിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രേസ് ഐ വിൽ ഗിവ് യു ഷൗട്ട്. ഐ വിൽ ഗിവ് യു ഷൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ഷൗട്ട് ചെയ്യും എന്നല്ല, ഐ വിൽ കോണ്ടാക്ട് യു ലേറ്റർ, അല്ലെങ്കിൽ ഐ വിൽ ലെറ്റ് യു നോ ലേറ്റർ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഫ്രേസ് 2, ചിയേഴ്സ്. ചിയേഴ്സ് മീൻസ് താങ്ക്സ്. യു ആർ കവറിങ് മൈ ഷിഫ്റ്റ്. ചിയേഴ്സ് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഷിഫ്റ്റ് കവർ ചെയ്യാണ്, താങ്ക്സ് എന്നൊരു മീനിങ് ആണ് ഇതിന് വരുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് മാനിക്, എക്സ്ട്രീംലി ബിസി. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഔട്ട് മീൻസ് വെരി ബിസി. ഈ രണ്ട് വേർഡും എക്സ്ട്രീംലി ബിസി ആണെന്നുള്ള മീനിങ്സ് വരുന്ന ഫ്രേസാണ് ഇത് രണ്ടും. ഹൗ വാസ് ദ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഓ സ്റ്റോപ്പ്, ഇറ്റ്സ് മാനിക് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബിസി ആയിരുന്നു എന്നുള്ള രീതിയിലാണ് അവരുദ്ദേശിക്കുന്നത്. നമ്മുടെ കൊളീഗ്സൊക്കെ മിക്കവാറും വർക്ക് പ്ലേസിൽ പറയാറ് ഇടയുള്ള ഫ്രേസാണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സൗണ്ട്. ഷീ സൗണ്ട് ടു വർക്ക് വിത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ വർക്ക് ചെയ്യാൻ നല്ലതാണ്, അവൾ നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ. സൗണ്ട് എന്ന് പറയുമ്പോൾ നൈസ് ഓർ റിലയബിൾ, അല്ലാതെ അവൾക്ക് ഭയങ്കര സൗണ്ട് ഉണ്ട് എന്നുള്ള മീനിങ് അല്ല വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫെയർ പ്ലേ. ഫെയർ പ്ലേ എന്ന് ഉദ്ദേശിച്ചാൽ വെൽ ഡൺ ഓർ റെസ്പെക്റ്റ്. ഇപ്പം അതൊരു സെൻറ്റൻസ് ആയിട്ട് ഇപ്പം നമ്മുടെ ക്ലിനിക്കൽ മാനേജറൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയും, ഓ യു സ്റ്റേഡ് ലേറ്റ് ടുഡേ. ഫെയർ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേറ്റായിട്ട് നീ നോക്കേ, വളരെ നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഹീ നീഡ്സ് വാച്ചിങ്, അല്ലെങ്കിൽ ദാറ്റ് പേഷ്യൻ്റ് ഇൻ ബെഡ് നമ്പർ 2 റൂം നമ്പർ 2 നീഡ്സ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ ഹി റിക്വേഴ്സ് മോണിറ്ററിങ്, അല്ലാതെ അവരെ നമ്മൾ നോക്കിയിരിക്കുക എന്നല്ല, അവർക്ക് ബേസ് ലൈൻസ് ഓപ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള മോണിറ്ററിങ്, കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണമെന്നുള്ള എൻ്റെ ഒരു ഫ്രേസായിട്ട് യൂസ് ചെയ്യുന്നതാണ് നീഡ്സ് വാച്ചിങ്. ഓക്കെ, അപ്പ് ദ വാൾസ്. ദ വാൾസ് മീൻസ് വെരി ആൻഷ്യസ് ഓർ വെരി സ്ട്രെസ്ഡ്, അതിനെ സൂചിപ്പിക്കാനാണ് അപ്പ് ദ വാൾസ്. ഓക്കെ, പിന്നെ അടുത്ത ഫ്രേസ് എന്ന് പറയുന്നതാണ് അയർലൻഡിൽ വളരെ കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കുന്നതാണ് എനി ക്രാക്ക്. അപ്പം നമ്മുടെ കൊളീഗ്സൊക്കെ ഡ്യൂട്ടിക്ക് വന്നിട്ട് എനി ക്രാക്ക് ഇൻ ദ വാട്ട് ടുഡേ എന്ന് ചോദിച്ചാൽ മറ്റേ പടക്കവും സംഭവങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എനി ക്രാക്ക് എന്ന് ഉദ്ദേശിച്ചാൽ എന്തുണ്ട് വിശേഷം എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ, എനി ന്യൂസ് എന്നുള്ള മീനിങ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം നമ്മുടെ പേഷ്യൻസിൻ്റെയൊക്കെ ചിലപ്പം നമ്മുടെ കൊളീഗ്സൊക്കെ ഇങ്ങനെ പറയാം, ദാറ്റ് പേഷ്യൻ്റ് ഈസ് ബിറ്റ് അൺവെൽ. ബിറ്റ് അൺവെൽ എന്ന് പറഞ്ഞാൽ മൈൽഡ്ലി സിക്ക് ആണ് എന്നുള്ള മീനിങ് ആണ് ബിറ്റ് അൺവെൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐറിഷ് സ്ലാങ് ആൻഡ് ഫ്രേസസ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഐറിഷ് ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.